ന്യൂട്രിയൻസ് എന്താണ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കോംപ്ലക്സസ് ദറ്റ് കണ്ടെയ്ൻ ഇൻ ദ ഫുഡിലുള്ള ഇനോർഗാനിക്കും ഓർഗാനിക്കും ഉള്ള കണ്ടന്റ്സിനെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ആ ന്യൂട്രിയൻസ് നമ്മൾ മെയിൻ ആയിട്ട് മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസുമാണ് തിരിച്ചിരിക്കുന്നത്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ് പ്രോട്ടീൻസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ്. ഇതാണ് മെയിൻ ആയിട്ട് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വരുന്നത്. ഈ മാക്രോ ന്യൂട്രിയൻസ് നമ്മൾ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്നും പറയും. പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് ബൾക്ക്, ഈ മാക്രോ ന്യൂട്രിയൻസ് ആണ് ഫുഡിലെ മെയിൻ ബൾക്കാണെന്ന് പറയാം നമുക്ക്. അതുകൊണ്ടാണ് ഇതിനെ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും, അത് വൈറ്റമിൻസും മിനറൽസും ആണ്. ഇത് വളരെ കുറച്ച് എമൗണ്ടിൽ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഇതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഒരു മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂട്രിയൻസിന്റെ. ഫുഡിനെ ഇപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഒറിജിൻ വഴി, ആനിമൽ ഒറിജിൻ, വെജിറ്റബിൾ ഒറിജിൻ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതിന്റെ കോമ്പോസിഷൻ വഴി നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. പിന്നെ അതിന്റെ ഫംഗ്ഷൻ വെച്ചിട്ട് ചില ഇതുകൾ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ആയിട്ട് പറയും, ചിലത് എനർജി ഗിവിംഗ് ഫുഡ്സ് ആയിട്ട് പറയും, ചിലത് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആയിട്ട് പറയും. അതിൽ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ പ്രോട്ടീൻസ് ഒക്കെ വരുന്ന ഫുഡുകളാണ്. മിൽക്ക്, മീറ്റ്, ഫിഷ്, എഗ്, പൾസ്, ഗ്രൗണ്ട്സ്, അതൊക്കെയാണ് ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്ന് പറയുന്നത്. എനർജി ഗിവിംഗ് ആണെന്നുണ്ടെങ്കിലോ അത് കൂടുതലും കാർബോഹൈഡ്രേറ്റും ഫാറ്റ്സും ഒക്കെ ഉള്ളതാണ് എനർജി ഗിവിംഗ് ഫുഡ്സ് ആയിട്ട് പറയും. പ്രൊട്ടക്റ്റീവ് ഫുഡ്സിൽ വരുന്നത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്കും ഒക്കെയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും മിനറൽസും വൈറ്റമിൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ അത് കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. ഇതാണ് ഫംഗ്ഷൻ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തത്, അത് ഫുഡ്സിനെ. ഇത് ഫുഡിന്റെ ഉള്ളിലുള്ള ന്യൂട്രിയൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രോട്ടീൻസിന്റെ നമ്മൾ നേരത്തെ പ്രോട്ടീൻസിൽ പോവാം. ഓരോന്നായിട്ടാണ് നമ്മൾ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, അങ്ങനെ ഓരോന്നായിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ പ്രോട്ടീൻസ് എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിലെ ഒരു 7 to 15% ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻസ് ഉണ്ടായിരിക്കേണ്ടത്. ഫാറ്റ് ആണെങ്കിൽ ഒരു 10 to 30%, ബാക്കി ബൾക്ക് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സും ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി ഇതിൽ പ്രോട്ടീൻസിൽ നോക്കുകയാണെങ്കിൽ അന്ന് പ്രോട്ടീൻസ് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സ് ഓർഗാനിക് നൈട്രോജീനസ് കോമ്പൗണ്ട്സ് ആണ്. ആ നൈട്രജന്റെ പ്രസൻസ് ആണ് അവിടെ ഇമ്പോർട്ടന്റ്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ അത് കോംപ്ലക്സ് ഓർഗാനിക് നൈട്രോജീനസ് കോമ്പൗണ്ട്സ് ആണ്, കമ്പോസ്ഡ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ. ഇത് ഇത്രയും ആണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത്. ഇതിന്റെ എമൗണ്ടിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ടായിരിക്കും പ്രോട്ടീൻസ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കമ്പോസ്ഡ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ ഇൻ വേരിയിങ് എമൗണ്ട്സ്. അപ്പൊ നൈട്രജന്റെ പ്രസൻസ് ആണ് പ്രോട്ടീനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഇനി ഈ പ്രോട്ടീന് നമ്മൾ രണ്ട് തരമായിട്ടാണ് പറയാം. ബയോളജിയിൽ കംപ്ലീറ്റ് എന്ന് പറയും, ബയോളജിയിൽ ഇൻകംപ്ലീറ്റ് എന്നും പറയും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ബയോളജി കംപ്ലീറ്റും ഇൻകംപ്ലീറ്റും ആയിട്ട് പറയുന്നത്? അതെന്ന് പറയുന്നത് പ്രോട്ടീനിലുള്ള അമിനോ ആസിഡിന്റെ പ്രസൻസ് വെച്ചിട്ടാണ്. നമുക്കറിയാം ഈ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ് തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അമിനോ ആസിഡ് തന്നെ എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും ഉണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇത് എസെൻഷ്യലിന് വരാൻ കാരണം നമ്മുടെ ബോഡിക്ക് ഈ അമിനോ ആസിഡ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് വഴി നമ്മുടെ ബോഡിയിലേക്ക് കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യമില്ല എന്നല്ല, പക്ഷെ അത് ബോഡിയിൽ നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് അതിന് ആവശ്യം വരുന്നില്ല. അതാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോളജിക്കൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഈ എസെൻഷ്യൽ അമിനോ ആസിഡിന് എല്ലാത്തിനെയും അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെയാണ് ബയോളജിക്കലി കംപ്ലീറ്റ് എന്ന് പറയാം. ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ 1-2 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ അതിൽ ലാക്കിംഗ് ആയിരിക്കും. അതാണ് ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ അമിനോ ആസിഡ്സ് നമുക്ക് നോക്കാം. 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് പറയുന്നത്. ഹിസ്റ്റിഡിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെഥിയോണൈൻ, ഫീനൈലലാനിൻ, ത്രിയോണൈൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് വലൈൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബയോകെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് നമുക്കുള്ളത്. നോൺ എസെൻഷ്യൽ ആയിട്ട് പറയുന്നതാണ് അലാനിൻ,
arginine, asparagine, aspartic acid, cysteine, glutamic acid, glutamic, glycine, proline, serine, tyrosine. അങ്ങനെ 11 നോൺ അസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് ഉള്ളത്. ഇനി ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറയുന്നുണ്ട്. ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബയോളജിയിൽ ഇൻകംപ്ലീറ്റ് ആണ്, അപ്പൊ അതിൽ 1-2 അമിനോ ആസിഡ്സ് ലാക്കിങ്, എസെൻഷ്യൽ അമിനോ ആസിഡ് ലാക്കിങ് ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെ ലാക്കിംഗ് ആയിട്ട് വരുന്നത് ലിമിറ്റിംഗ് അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു. ഇപ്പൊ സിറീൽസിലാണെങ്കിൽ ത്രിയോണൈനും ലൈസിനും ലാക്കിംഗ് ആണ്. പൾസസിലാണെങ്കിൽ മെത്തിയോണൈനും സിസ്റ്റീനും. മേസിലാണെങ്കിൽ ട്രിപ്റ്റോഫാന് ലൈസിൻ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. സിറീൽസിൽ ത്രിയോണൈനും ലൈസിനും, പൾസസിലാണെങ്കിൽ മെത്തിയോണൈനും സിസ്റ്റീനും, മേസിലാണെങ്കിൽ ട്രിപ്റ്റോഫാന് ലൈസിന്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കണേ. അപ്പൊ ഇതാണ് ലിമിറ്റിംഗ് അമിനോ ആസിഡ്സ്. ഇനി അടുത്തൊരു ഭാഗം പറയുന്നതാണ് സപ്ലിമെന്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻസ്. നമ്മൾ പറഞ്ഞു ഈ ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് ഈ സിറിൽസ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഈ അമിനോ ആസിഡ്സ് നമുക്ക് കിട്ടില്ല, ത്രിയോണൈനും ലൈസിനും നമുക്ക് കിട്ടില്ല. പൾസസ് ആണ് നമ്മൾ കൂടുതൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ മെത്തിയോണൈനും സിസ്റ്റീന്റെയും കുറവുണ്ടാവും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു ഐറ്റം മാത്രം കഴിച്ചു കഴിഞ്ഞാലോ ഇങ്ങനത്തെ 1-2 അമിനോ ആസിഡ്സിന്റെ കുറവ് നമുക്കുണ്ടാവും. പക്ഷെ ഈ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് ഇത് രണ്ടിനും നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇപ്പൊ ഇത് മെയിൻ ആയിട്ട് വരുന്നത് എന്താ വെച്ചാൽ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരിലാണ് ഈ പ്രശ്നം ഉണ്ടാവുക. കാരണം ആനിമൽ ഫുഡ് കഴിക്കുന്നില്ല. ആനിമൽ പ്രോട്ടീൻസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും കംപ്ലീറ്റ് ആയിരിക്കും. എഗ്ഗൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫുഡായിട്ട് പറയുന്നത്, ബയോളജിക്കലി കംപ്ലീറ്റ് എന്ന് പറയുന്നതിൽ വരുന്നതാണ് എഗ്ഗൊക്കെ. അപ്പൊ എഗ്ഗൊക്കെ കഴിക്കണവർ അല്ലെങ്കിൽ അനിമൽ പ്രോട്ടീൻസ് ഒക്കെ കുറച്ചും കൂടി വെജിറ്റബിൾ പ്രോട്ടീൻസിനേക്കാളും കുറച്ചും കൂടി സുപ്പീരിയർ ആണ്. അവരുടെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കൂടുതലായിട്ട് കിട്ടും. പക്ഷെ വെജിറ്റബിൾ പ്രോട്ടീനിലാണ് ഇങ്ങനെ ലാക്കിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു കുറവ് നമുക്ക് നികത്താനായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ഫുഡ് ഐറ്റംസ് നമ്മൾ സീരിയൽസും പൾസും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് സപ്ലിമെന്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. when 2 or more vegetarian foods are eaten together, they supplement one another and provide protein comparable to animal protein. അങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിയുമ്പോൾ ഒരു ആനിമൽ പ്രോട്ടീനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോട്ടീൻ ഇൻടേക്ക് നമുക്ക് കിട്ടും. അതാണ് സപ്ലിമെന്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവാലുവേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ് അടുത്തത് വരുന്നത്. നമ്മൾ പ്രോട്ടീനിന്റെ ഇത് ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുകൾ പറയുന്നുണ്ട്. എസ്റ്റിമേഷൻ ഓഫ് ബയോളജിക്കൽ വാല്യൂ, ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ്, പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ, നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ NP എന്ന് പറയും. ഇതാണ് കുറച്ചുകൂടി പ്രാക്ടിക്കലി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ ആണ്. അത് കാണാനായിട്ട് ബയോളജിക്കൽ വാല്യൂ ഇൻറ്റു ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ 100 ഇതാണ് അത് നോക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പ്രോട്ടീന്റെ ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ സംഭവങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. എസ്റ്റിമേഷൻ ഓഫ് ബയോളജിക്കൽ വാല്യൂ, ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ്, പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ, നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ. ഈ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത പ്രോട്ടീൻ അതിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത പ്രോട്ടീൻ ഉള്ള അത് എത്രത്തോളം നമ്മുടെ ബോഡിയിൽ റിട്ടൈൻ ചെയ്യുന്നുണ്ട് അതിന്റെ അളവിനെ നോക്കിയിട്ട് അതിന്റെ പ്രൊപ്പോർഷൻ നോക്കിയിട്ടാണ് ഈ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ. അതിൽ എത്രമാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നോക്കിയിട്ടാണ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ നമ്മൾ കണക്കാക്കുന്നത്. ഒരു ഗ്രോത്ത് നമ്മളിൽ അറിയാനായിട്ട് ഏറ്റവും നല്ല ഇത് നോക്കുന്നത് നമ്മുടെ ഗ്രോത്തിനെ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ പ്രോട്ടീന്റെ ഇവാലുവേഷൻ വഴി. ഓക്കെ, ഇനി പ്രോട്ടീൻ ക്വാളിറ്റി. നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് പ്രോട്ടീൻ ക്വാളിറ്റി. അപ്പൊ അത് വേറൊരു ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. നൈട്രജൻ റീറ്റൈൻഡ് ബൈ ദ ബോഡി
ഡിവൈഡഡ് ബൈ നൈട്രജൻ ഇൻടേക്ക് ഇൻറ്റു 100. ഇതും ഈ NPU നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഒരു പ്രോട്ടീൻ്റെ നമുക്കറിയാം, പ്രോട്ടീൻ എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പ്രോട്ടീൻ്റെ എനർജീനെ കൺസിഡർ ചെയ്യുള്ളൂ. ആദ്യം നമ്മൾ ഉപയോഗിക്കുക ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും ഒക്കെയാണ് ആദ്യം യൂസ് ചെയ്യുക. അതിന് ശേഷമാണ് അതും പോരായി വരുമ്പോഴാണ് പ്രോട്ടീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എനർജി എനർജി കൊടുക്കുക എന്നുള്ളത് പ്രോട്ടീൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷനാണ്. ബോഡി ബിൽഡിംഗ് ആണ് പ്രോട്ടീൻ്റെ മെയിൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ. അതുപോലെ തന്നെ റിപ്പയറൻസും മെയിൻ്റെനൻസ് ഓഫ് ദ ബോഡി ടിഷ്യൂസ്, അതുപോലെ മെയിൻ്റെനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ, പിന്നെ ചില സബ്സ്റ്റൻസിന്റെ സിന്തസിസ്, അതായത് ആന്റിബോഡീസ്, ഹീമോഗ്ലോബിൻ, എൻസൈംസ്, ഹോർമോൺസ്, പിന്നെ കോയാഗുലേഷൻ ഫാക്ടേഴ്സ്, അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ. ഇതൊക്കെ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെയാണ് ഇതിന്റെ പ്രൈം ആയിട്ട് വരുന്ന ഫങ്ഷൻസ്, പ്രോട്ടീന്റെ പ്രൈം ഫങ്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി എഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബയോളജിയിൽ കംപ്ലീറ്റ് എന്ന് പറയാവുന്ന ഒരു പ്രോട്ടീനാണ് എഗ്. Egg proteins are considered to be the best among food proteins. They are used in nutrition studies as a reference protein. റെഫറൻസ് പ്രോട്ടീൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എഗ് പ്രോട്ടീൻ ആണ്. NPU ഓഫ് എഗ് എന്ന് പറയുന്നത് എത്രയാണ്? 96 ആണ്. പ്രോട്ടീൻ കണ്ടന്റ് ഓഫ് ദി എഗ് എന്ന് പറയുന്നത് 13 gram per 100 gram of food. എഗ് ഈസ് എ പുവർ സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. ഇപ്പോൾ റിച്ച് ഇൻ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിലും വൈറ്റമിൻ സിയും കാർബോഹൈഡ്രേറ്റ്സും എഗ്ഗിൽ കുറവാണ്. എഗ്ഗിലെ പ്രോട്ടീൻ കണ്ടന്റ് 13 gram per 100 gram ഓഫ് ഫുഡാണ് പറയുന്നത്. അതുപോലെ അതിന്റെ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് 96 ആണ്. ഇനി പ്രോട്ടീൻ റിക്വയർമെന്റ്, ഡെയിലി അലവൻസ് റെക്കമെൻഡഡ് ബൈ ICMR എന്ന് പറയുന്നത് 1 gram പ്രോട്ടീൻ പെർ kg ബോഡി വെയിറ്റ് ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫാറ്റ്സ്. ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സോളിഡ് അറ്റ് 20 degrees Celsius and they are called oils if they are liquid at that temperature. 20 degrees Celsius സോളിഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഫാറ്റ് എന്ന് പറയാം. അത് തന്നെ ആ ലിക്വിഡ് ആണ് ആ ടെമ്പറേച്ചറിൽ നിന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഓയിൽസ് എന്ന് പറയും. ഇനി ഇതിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ലിപ്പിഡ്സ് ഉണ്ട്, കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഉണ്ട്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ഉണ്ട്. സിമ്പിൾ ലിപ്പിഡ്സിന് എക്സാമ്പിൾ ട്രൈഗ്ലിസറൈഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ്സ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആണ് കൊളസ്ട്രോൾ. നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ട്രൈഗ്ലിസറൈഡ്സും കൊളസ്ട്രോളും ഒക്കെ എൻഡോജീനിയസിൽ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ബോഡി ഫാറ്റ് മെയിനായിട്ട് അഡിപ്പോസ് ടിഷ്യൂലാണ് നമ്മുടെ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്. അതിൽ മോസ്റ്റ്ലി ഇൻ ദ ഫോം ഓഫ് ട്രൈഗ്ലിസറൈഡ്സ് ആണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. പിന്നെ ഈ ഫാറ്റ്സിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടന്നു കഴിയുമ്പോൾ, ഫാറ്റ്സ് ഹൈഡ്രോളിസിസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും കിട്ടും. ഈ ഫാറ്റി ആസിഡ്സിനെ നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ആയിട്ട് തിരിക്കാം. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൽ വരുന്നതാണ് ലോറിക് ആസിഡ്, പാമറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്സ് ഒക്കെ. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മൾ പിന്നെ വീണ്ടും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും തിരിക്കാനായിട്ട് പറ്റും. അതിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൽ വരുന്നതാണ് ലിനോലെയിക് ആസിഡ്, ആൽഫ ലിനോലെനിക് ആസിഡ്, അറാക്കിഡോണിക് ആസിഡ്, അതൊക്കെ. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൽ വരുന്നതാണ് ഒലീക് ആസിഡ്. ഇനി ഈ ഫാറ്റി ആസിഡ്സിൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഈ ഫാറ്റി ആസിഡ്സിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫുഡിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ലിനോലെയിക് ആസിഡ് ആണ്, which serves as a basis for the production of other essential fatty acids. ഇനി എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിന്റെ ഡെഫിഷ്യൻസി വന്നു വരുമ്പോൾ ഫ്രെനോഡെർമ അല്ലെങ്കിൽ ടോഡ് സ്കിൻ, ഭയങ്കര റഫ് ആയിട്ടുള്ള ഒരു സ്കിൻ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. റഫ് റാഷ് ലൈക്ക് ഇറപ്ഷൻസ് ഓൺ ദ ബാക്ക് ആൻഡ് സൈഡ്സ് ഓഫ് ദ ആംസ്, ലെഗ്സ്, ബാക്ക് ആൻഡ് ബട്ടക്സ്. ഭയങ്കര റഫ് ആയിട്ടുള്ള ഒരു സ്കിൻ ആയിട്ട് വരും. അതിനെയാണ് നമ്മൾ ടോഡ് സ്കിൻ അല്ലെങ്കിൽ ഫ്രീനോഡെർമ എന്ന് പറഞ്ഞാൽ പറയുന്നത്. ഇനി റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? സാഫ്ലവർ ഓയിൽ ആണ് പറയുന്നത്. റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് സാഫ്ലവർ ഓയിൽ. അതിൽ മെയിനായിട്ട് ലിനോലെയിക് ആസിഡ് ആണുള്ളത്. ഒരു 73% ആണ് അതിന്റെ കണ്ടന്റ് പറയുന്നത്. ഓക്കെ, ഇനി ഫാറ്റ്സിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് അതും തിരിക്കാനായിട്ട് പറ്റും.
സോഴ്സ് അനുസരിച്ചിട്ട് ആനിമൽ ഫാറ്റ്സ്, വെജിറ്റബിൾ ഫാറ്റ്സ്, അതർ സോഴ്സസ് എന്നും പറഞ്ഞിട്ട് നമുക്ക് തിരിക്കാം. അതിൽ ആനിമൽ ഫാറ്റ്സ് വരുന്നത് കോഡ് ലിവർ ഓയിൽ, പിന്നെ കോഡ് ലിവർ ഓയിൽ സോറി, മിൽക്ക്, മീറ്റ്, ഗീ, ബട്ടർ, എഗ്സ് അങ്ങനെയൊക്കെ പറയുന്നത്. അതിനൊക്കെ നമ്മൾ കൂടുതലായിട്ടും ആനിമൽ ഫാറ്റിലാണ് വരിക. അതുപോലെ മീറ്റ്, ഫിഷ് അതൊക്കെ. ഓക്കെ, ഇനി ഈ ആനിമൽ ഫാറ്റിൽ കൂടുതലും സാച്ചുറേറ്റഡ് ഫാറ്റ്സുകളാണ് ഉള്ളത്. വെജിറ്റബിൾ ഫാറ്റ്സ് ഉണ്ട്, അത് നമുക്കറിയാം. ഈ കോക്കനട്ട്, മറ്റേ ഗ്രൗണ്ട് നട്ട്, സിസമേ, അതിന്റെ സീഡ്സിൽ നിന്നൊക്കെ നമുക്ക് ഫാറ്റ്, അത് നമുക്ക് ഓയിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കിട്ടുന്നതാണ് വെജിറ്റബിൾ ഫാറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതർ സോഴ്സ് എന്ന് പറയും, സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫാറ്റ് നമുക്ക് ഈ സിറിയൽസ്, പൾസ്, നട്ട്സ്, വെജിറ്റബിൾസ് എന്നൊക്കെ നമുക്ക് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫാറ്റ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ 3 തരം സോഴ്സുകളാണ് ഫാറ്റ് നമുക്ക് പറയുന്നത്. ഇനി ഇതിൽ തന്നെ വിസിബിൾ ഫാറ്റ്, ഇൻവിസിബിൾ ഫാറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിസിബിൾ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്, അതാണ് വിസിബിൾ. അതെന്ന് വെച്ചാൽ നാച്ചുറൽ സോഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ വിസിബിൾ ഫാറ്റ് എന്ന് പറയാം. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എമൗണ്ട്, ഫാറ്റിന്റെ കണ്ടന്റ് എത്രയാണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിനാണ് വിസിബിൾ ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ബട്ടർ കഴിക്കാണ്, ഇത്ര നമ്മൾ ഇത് എമൗണ്ട് ബട്ടർ നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ മിൽക്ക് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇത്ര കുക്കിംഗ് ഓയിൽ ഇത്ര നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് അതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഡെയിലി ഇൻടേക്ക് ഒക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ വിസിബിൾ ഫാറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻവിസിബിൾ ഫാറ്റ് എന്നുണ്ട്. അത് ഇൻവിസിബിൾ നമുക്ക് നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റില്ല. അതായത് ഇപ്പൊ നമ്മൾ പൾസ് അല്ലെങ്കിൽ ലെഗ്യൂംസ് അങ്ങനെയുള്ള സംഭവങ്ങൾ, സീരിയൽസ് ഒക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരു സ്മോൾ എമൗണ്ട് ഫാറ്റ് ഉണ്ട്. ആ ഫാറ്റ് പക്ഷെ എത്ര ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻവിസിബിൾ ഫാറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫാറ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഇൻവിസിബിൾ ഫാറ്റ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ഫാറ്റ് എന്ന് വരുന്നത് കൂടുതലാണ്. നമ്മൾ കാരണം കഴിക്കുന്ന ഫുഡ്, ഇപ്പൊ സീരിയൽസും പൾസസും ഒക്കെ നമ്മൾ നന്നായി കഴിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളത് കഴിക്കുന്നതിന് കൂടുതലായിട്ട് നമുക്ക് ഫാറ്റ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. അതാണ് ഇൻവിസിബിൾ ഫാറ്റ്. അപ്പൊ വിസിബിൾ, ഇൻവിസിബിൾ ഫാറ്റ്സ്. പിന്നെ നമുക്ക് ഈ ഫാറ്റ് ആയിട്ട് വരും, ഫാറ്റിന്റെ ഭാഗത്തിൽ നമുക്ക് 1-2 വേർഡ്സും കൂടുതൽ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറയുന്നത്. അതുപോലെ ട്രാൻസ് ഫാറ്റി ആസിഡ്സ്, റിഫൈൻഡ് ഓയിൽസ്. ഈ ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വെജിറ്റബിൾ ഓയിൽസിനെ നമ്മൾ ഹൈഡ്രോജനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു കാറ്റലിസ്റ്റിന്റെ കോബാൾട്ട്, നിക്കൽ പോലുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ ഹൈഡ്രോജനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാറ്റ് ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഓയിൽസ് ഒരു സെമി സോളിഡ് അല്ലെങ്കിൽ ഒരു സോളിഡ് ഫാറ്റ് ആയിട്ട് മാറും. അതിനാണ് നമ്മൾ വനസ്പതി എന്ന് പറയും. അങ്ങനെ കിട്ടുന്ന ഹൈഡ്രോജനേറ്റഡ് ഫാറ്റിനെയാണ് നമ്മൾ വനസ്പതി അല്ലെങ്കിൽ വെജിറ്റബിൾ ഗീ എന്ന് പറയുന്നത്. ഇത് ഒരു സമയത്ത് നമ്മൾ കുക്കിങ്ങിനൊക്കെ ആയിട്ട് ഒരുപാട് യൂസ് ചെയ്തിരുന്നതാണ്. കൂടുതലും ഈ നമ്മൾ കമേഴ്ഷ്യൽ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴും വനസ്പതി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വനസ്പതി ഉണ്ടാകുന്നത്. ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വഴിയാണ് വനസ്പതി ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ ഗീ എന്നാണ് അതിനെ പറയുന്നത്. ഈ ഹൈഡ്രോജനേഷൻ ടൈമിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി, നമ്മൾ ഈ ഫുഡ് ഇതിലുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ബോഡിക്ക് അത്രയും പ്രശ്നമില്ല, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. പക്ഷെ അത് സാച്ചുറേറ്റഡ് ആസിഡ്സ് ആയിട്ട് മാറ്റും. അതുപോലെ അതിലുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡിന്റെ കണ്ടന്റ് വളരെ കുറഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഇത് ഹൈഡ്രോജനേഷൻ നടന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചേഞ്ചസ് ആണ് അതിൽ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡിക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണം അതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഗീലേക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവും. പിന്നെ അതിന്റെ ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും. അപ്പൊ കേടാവാണ്ട് കുറെ കാലമൊക്കെ ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ ഗവൺമെന്റ് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്, ഈ വനസ്പതിയിലൊന്നും ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ എന്താണ് ഇത് ഫോർട്ടിഫൈ ചെയ്യാണ് ചെയ്യുക. വൈറ്റമിൻ എയും വൈറ്റമിൻ ഡി ഒക്കെ വെച്ചിട്ട് ഇത് ഫോർട്ടിഫൈ ചെയ്യും. വനസ്പതിയും ഡാലിയൊക്കെ ഫോർട്ടിഫൈ ചെയ്യാറ്. ഓക്കെ, പിന്നെ വേറൊരു വേർഡ് ഇതായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
geometrical isomers of cis unsaturated fatty acid that adapt to saturated fatty acid like constitution. നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും അങ്ങനെയൊക്കെ പറയില്ല, അപ്പൊ അതിൽ വരുന്ന അതിന്റെ ഒരു ഇതിൽ വരുന്നതാണ് ഫാറ്റി ആസിഡ്സ്. ഇത് എപ്പോഴാണ് ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാല് പാർഷ്യൽ ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ വനസ്പതിയുടെ കേസിലൊക്കെ ഹൈഡ്രോജനേഷൻ, അതുപോലെ പാർഷ്യൽ ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ ഷെൽഫ് ലൈഫ് കൂടും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ ഒക്കെ. അപ്പൊ എന്തുണ്ടാവും, അത് സെൽഫ് ലൈഫ് കൂട്ടും, പക്ഷെ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്നെ ഉണ്ടാക്കും. അത് എങ്ങനെ, ഈ ഇതിലുള്ള ഡബിൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിലുള്ള ഡബിൾ ബോണ്ടിനൊക്കെ അതിനെ അത് റിമൂവ് ചെയ്യും. അങ്ങനെ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉണ്ടാക്കും. പാർഷ്യൽ ഹൈഡ്രോജനേഷൻ നടന്നു കഴിയുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ചീത്ത കൊളസ്ട്രോൾ ഉണ്ടല്ലോ LDL, അതിന്റെ അളവ് നന്നായി കൂടും. HDL അതിന്റെ അളവ് നന്നായിട്ട് കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കൂടുതൽ അതിരോജനിക് ആണ്. കൊറോണറി ഹാർട്ട് ഡിസീസും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇത് വരുന്നത് ഫുഡ് ഐറ്റംസ് മെയിനായിട്ട് ഈ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകളുണ്ടല്ലോ അത്, പിന്നെ ഈ ചിപ്സ്, പിന്നെ പാക്ക് ചെയ്തിട്ടൊക്കെ വരുന്നുള്ള ഫുഡ് ഐറ്റംസ്, കുക്കീസ്, പിന്നെ ബിസ്ക്കറ്റ്സ്, അങ്ങനെയുള്ള ഡോണറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതിലാണ് ഈ ട്രാൻസ് ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂടുതൽ. ഇത് ഒരിക്കൽ നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ വാഷ് ഔട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞത് കുറെ കാലം പിടിക്കും. അപ്പോൾ ഇത് കൊറോണറി ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്നതും ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമ്മളതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കണം. ഇനി റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓയിൽസിന് നമ്മൾ സ്റ്റീമും ആൽക്കലിയും ഒക്കെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാണ്. അത് റിഫൈൻഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. കുറച്ചും കൂടി സ്മെല്ലും കുറച്ചും കൂടി നമുക്കൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇതുകളാണ് അതിലുണ്ടാവുന്നത്. അതിന്റെ റാൻസിഡ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഫ്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടും. പിന്നെ അതാണെങ്കിൽ നമ്മളുടെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കണ്ടന്റിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കില്ല. അപ്പൊ അത് അതിന്റെ ക്വാളിറ്റി അതുപോലെ ടേസ്റ്റും ഒക്കെ കുറച്ചും കൂടി കൂട്ടേ ഉള്ളൂ. അപ്പൊ റിഫൈൻഡ് ഓയിൽസ് എപ്പോഴും കോസ്റ്റ്ലി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് പോവാം. There are three main sources of carbohydrate: starch, sugar, cellulose. അത് cellulose ആണ് indigestible component of the carbohydrate എന്ന് പറയുന്നത്. ഓക്കെ, dietary fibers. It is a non-starch polysaccharide and physiologically important component of the diet. രണ്ട് ടൈപ്പ് ആണുള്ളത്. ഇൻസൊല്യൂബിൾ ഫൈബേഴ്സ് ഉണ്ടായാലും സോലുബിൾ ഫൈബേഴ്സ് ഉണ്ട്. ഇൻസൊല്യൂബിൾ ഫൈബേഴ്സിൽ വരുന്നതാണ് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ആൻഡ് ലിഗ്നിൻ. സോലുബിൾ ഫൈബേഴ്സിൽ വരുന്നതാണ് പെക്റ്റിൻ ആൻഡ് പെക്റ്റിൻ, ഗംസ് ആൻഡ് മ്യൂസിലേജസ്. ഈ ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡിബിൾ പാർട്ട്, ഫുഡിൽ വരുന്ന എഡിബിൾ പാർട്ട് ഓഫ് പ്ലാന്റും ഒക്കെ വരുന്നുണ്ട് അതിന് വേണ്ട. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉണ്ടായിരിക്കും. ബൾക്ക് ആയിട്ട് നമ്മുടെ ഇതിൽ ഈ ഫൈബേഴ്സ്, ഡയറ്ററി ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഇതിനുണ്ടാവും. അപ്പൊ നമുക്ക് സ്മൂത്ത് ആയിട്ട് മോഷൻ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതാണ് മെയിൻ ആയിട്ട് അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് ഒരുപാട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ലാക്സേറ്റീവ് ഇതാണ് ഉണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇൻഡസ്റ്റൈനിൽ നിൽക്കുന്ന ടൈം കുറഞ്ഞു പോകും. അപ്പോൾ ന്യൂട്രീറ്റീവ് നമ്മൾ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നതിന്റെ ടൈമും കുറയും. അപ്പോൾ അത് നമുക്ക് ഗുണമാവില്ല, ദോഷമായിരിക്കും ചെയ്യുക. അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ഒരു എമൗണ്ട് ഡയറ്ററി ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ, ഈ റെക്കമെൻഡഡ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി ഇൻടേക്ക് ഓഫ് അബൌട്ട് 40 grams ഓഫ് ഫൈബർ ആണ് ഡിസൈറബിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് വൈറ്റമിൻസിലേക്ക് കടക്കാം. വൈറ്റമിൻസും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബയോകെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. ഞാൻ ഓടിച്ചു വിടുകയാണ് വൈറ്റമിൻസിന്റെ ഭാഗം. വൈറ്റമിൻസ് നമുക്കറിയാം, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ADEK ആണ്. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ B ഗ്രൂപ്പ് വൈറ്റമിൻസും വൈറ്റമിൻ സിയും ആണ്.
വൈറ്റമിൻ ഇക്ക് പ്രത്യേകിച്ച് ഡെഫിഷ്യൻസി ഡിസീസ് ഒന്നും അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി വൈറ്റമിൻ എ. വൈറ്റമിൻ എയിൽ നമുക്കറിയാം പ്രീഫോമഡ് വൈറ്റമിൻ എന്ന് പറയുന്നത് റെറ്റിനോളും പ്രോ വൈറ്റമിൻ എന്ന് പറയുന്നത് ബീറ്റാ കരോട്ടീനുമായിട്ടാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിസ്പെൻസിബിൾ. നോർമൽ വിഷന് വേണം വൈറ്റമിൻ എ. ഇറ്റ് ഈസ് നെസസറി ഫോർ മെയിൻറ്റെയിനിങ് ദ ഇന്റഗ്രിറ്റി ആൻഡ് നോർമൽ ഫംഗ്ഷനിങ് ഓഫ് glandular and epithelial tissue which lands intestinal, respiratory, urinary tract as well as skin and eyes. അപ്പോൾ നോർമൽ വിഷന് വേണം, അതുപോലെ തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ, ഗ്ലാൻഡുലാർ ആൻഡ് എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ ഇന്റഗ്രിറ്റിക്ക്, അതിന്റെ നോർമൽ ഫംഗ്ഷനിങ്ങിന് വൈറ്റമിൻ എ അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ സ്കെൽറ്റൽ ഗ്രോത്തിന് വേണം. ഇറ്റ് ഈസ് ആന്റി ഇൻഫെക്റ്റീവ് ആണിത്. ഓൾസോ ഇറ്റ് പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് സം എപ്പിത്തീലിയൽ ക്യാൻസേഴ്സ് സച്ച് ആസ് ബ്രോങ്കിയൽ ക്യാൻസേഴ്സ്. ബ്രോങ്കിയൽ ക്യാൻസേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വൈറ്റമിൻ എ യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇനി വൈറ്റമിൻ എയുടെ സോഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് ആനിമൽ ഫുഡ്സും പറയുന്നുണ്ട്, പ്ലാന്റ് ഫുഡ്സും പറയുന്നുണ്ട്, പിന്നെ ഫോർട്ടിഫൈഡ് ഫുഡ്സും പറയുന്നുണ്ട്. അങ്ങനെ ഫോർട്ടിഫൈ ചെയ്തിട്ട് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ വഴി വൈറ്റമിൻ എയും ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ആനിമൽ ഫുഡ്സിലാണെന്നുണ്ടെങ്കിൽ ലിവർ, എഗ്സ്, ബട്ടർ, ചീസ്, മിൽക്ക്, അതൊക്കെ ഗുഡ് സോഴ്സ് ആണ് ആനിമൽ ഫുഡ്സിൽ. പ്ലാന്റിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് പറയാവുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്, സ്പിനാച്ച്, അമരാന്ത്, അതൊക്കെ. അതുപോലെ തന്നെ ബീറ്റാ കരോട്ടീനൊക്കെ ഏറ്റവും കൂടുതലുള്ളത് യെല്ലോ കളർഡ് ഫ്രൂട്ട്സ് ഉണ്ടാവും. പപ്പായ, ക്യാരറ്റ്, പിന്നെ പംകിൻ, മാംഗോ, അതിലൊക്കെ കരോട്ടീൻ കൂടുതലായിരിക്കും. അപ്പൊ പ്ലാന്റ് ഫുഡ്സും ആനിമൽ ഫുഡ്സ് ഒക്കെയാണ് ഇതിന്റെ സോഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഈ കരോട്ടീനൊക്കെ വൈറ്റമിൻ എ ആയിട്ട് എന്നിട്ട് സ്മോൾ ഇൻഡസ്ട്രിയിൽ പോയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഫിഷ് ലിവർ ഓയിൽ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ ആണ്. നമ്മൾ മീൻ ഗുളിക കഴിക്കാന്നൊക്കെ പറയില്ല അത്. അപ്പം ഈ ഹാലിബട്ട് ലിവർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിഷിന്റെ പേരാണ് ഹാലിബട്ട് എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ ആയിട്ടാണ് പറയുന്നത്. ഇനി ഇതിന്റെ ഡെഫിഷ്യൻസി, ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി വന്നു കഴിയുമ്പോൾ വരുന്നതാണ് സെറോഫ്താൽമിയ. അത് എല്ലാ ഒക്യുലാർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിന് നമ്മൾ സെറോഫ്താൽമിയ എന്ന് പറയും. ഡ്രൈ ഐ, അത് നൈറ്റ് ബ്ലൈൻഡ്നെസ് തൊട്ട് കെരാറ്റോമലേഷ്യ വരെയുള്ള എല്ലാ കണ്ടീഷനുകളും, എല്ലാ ഇതുകളും ഈ സെറോഫ്താൽമിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഫസ്റ്റ് ക്ലിനിക്കൽ സിംറ്റം ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഏതാണെന്ന് ചോദിച്ചാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. കൺജക്റ്റൈവൽ സിറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ക്ലിനിക്കൽ സൈൻ ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആണ് കൺജക്റ്റൈവൽ സിറോസിസ്. ഇതെന്ന് വെച്ചാൽ കൺജക്റ്റൈവ ഭയങ്കര ഡ്രൈ ആൻഡ് നോൺ വെറ്റബിൾ ആയിരിക്കും. അപ്പൊ അത് ഭയങ്കര റിങ്കിൾഡ് ആയിട്ടുള്ള മടിയായിട്ടൊക്കെയാണ് കാണപ്പെടുക. പിന്നെ ബിറ്റഡ് സ്പോട്സ്, അടുത്ത ഇതാണ് ബിറ്റഡ് സ്പോട്സ്. അതെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കുലർ അല്ലെങ്കിൽ ഒരു പേളി വൈറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ഫോമി സ്പോട്സ് പോലെ ബൾബാർ കൺജങ്ക്റ്റൈവയിൽ കാണുന്നതാണ്. കോർണിയയുടെ ഐദർ സൈഡിൽ ബൾബാർ കൺജങ്ക്റ്റൈവിൽ കാണുന്നതാണ് ബിറ്റഡ് സ്പോട്സ്. അത് ട്രയാങ്കുലർ ആണ്, പേളി വൈറ്റ് കളർ ആയിരിക്കും, ഫോമി സ്പോട്സ് ആയിട്ട് കോർണിയയില് കൺജങ്ക്റ്റൈവയുടെ ഐദർ സൈഡിൽ, ബൾബാർ കൺജങ്ക്റ്റൈവയില് കോർണിയയുടെ ഐദർ സൈഡിൽ കാണുന്നതാണ്. പിന്നെ അടുത്തതിൽ വരുന്നതാണ് സ്റ്റെപ്പാണ് കോർണിയൽ സിറോസിസ്. ഇതില് കോർണിയ ഭയങ്കര ഡ്രൈയും നോൺ വെറ്റബിൾ ആയിട്ടായിരിക്കും വരാം. അത് ഗ്രാജുവലി ഒപ്പേക്ക് ആയിട്ട് മാറും. അതിൽ ഇത് പിന്നെ അത് കോർണിയൽ അൾസറേഷൻ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ അൾസറേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്കാറ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ വിഷനൊക്കെ നമുക്ക് എഫക്ട് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് കെരാറ്റോമലേഷ്യ. ഇത് ലിക്വിഫാക്ഷൻ ഓഫ് കോർണിയനെ പറയുന്നതാണ് കെരാറ്റോമലേഷ്യ. ഇത് ഭയങ്കരമായിട്ടുള്ള മെഡിക്കൽ എമർജൻസി ആണെന്നാണ് പറയുന്നത്. കോർണിയയുടെ ഒരു പാർട്ട് എന്ന് പറഞ്ഞത് തന്നെ സോഫ്റ്റ് ഒക്കെ ആയിട്ട് പോകുന്നതാണ് കെരാറ്റോമലേഷ്യ എന്ന് പറയുന്നത്. പിന്നെ എക്സ്ട്രോക്യുലർ മാനിഫെസ്റ്റേഷൻ ആയിട്ട് പറയുന്നതാണ് ഫോളിക്കുലർ ഹൈപ്പർ കെരാറ്റോസിസ്, അനറക്സിയ, ഗ്രോത്ത് റിട്ടാർഡേഷൻ, ഇതൊക്കെ. അപ്പൊ വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയുടെ 5 ഇതുകളാണ് പറയുന്നത്: നൈറ്റ് ബ്ലൈൻഡ്നെസ്, കൺജങ്ക്റ്റൈവൽ സിറോസിസ്, ബിറ്റഡ് സ്പോട്സ്, കോർണിയൽ സിറോസിസ്, കെരാറ്റോമലേഷ്യ. ഫസ്റ്റ് ക്ലിനിക്കൽ സിംറ്റം ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഫസ്റ്റ് ക്ലിനിക്കൽ സൈന് കൺജങ്ക്റ്റൈവൽ സിറോസിസ്. ഓക്കെ, ഇനി അണ്ടർ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് വൈറ്റമിൻ എ ഈസ് ഗിവൺ. അത് യൂഷ്വലി 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ് അറ്റ് 9 months ഓഫ് ഏജ്. 9 മാസം ആകുമ്പോഴാണ് ഇതിന്റെ ഫസ്റ്റ് ഇത് കൊടുക്കുന്നത്. അത് അലോങ് വിത്ത് മീസൽസ് വാക്സിൻ ആണ്. പിന്നെ സെക്കൻഡ്
ഇത് 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് എവറി 6 months thereafter. എല്ലാ 6 മാസം കൂടുമ്പോഴും 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് നമ്മൾ കൊടുക്കും. 5 വയസ്സ് വരെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ ഒരു 17 lakh ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. വൈറ്റമിൻ എ ഈസ് അഡ്മിനിസ്റ്റർഡ് ബൈ എ 2 ml സ്പൂൺ. ഒരു സ്ട്രെങ്ത് ഓഫ് വൈറ്റമിൻ എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ml ആണ് പറയുന്നത്. റെറ്റിനോൾ പാമിറ്റേറ്റ് ആണ് ഈ കൊടുക്കുന്നത് കേട്ടോ. അടുത്ത ഹോർമോണിന്റെ പേരാണ് അടുത്ത വൈറ്റമിന്റെ പേരാണ് വൈറ്റമിൻ ഡി. ഇതിനെ കിഡ്നി ഹോർമോൺ എന്ന് പറയും. ന്യൂട്രീഷണലി ഇമ്പോർട്ടൻറ്റ് ഫോംസ് ഓഫ് വൈറ്റമിൻ ഡി ഇൻ മാൻ ആർ കാൽസിഫെറോൾ, അത് വൈറ്റമിൻ 2ഉം കോളികാൽസിഫെറോൾ വൈറ്റമിൻ D3 ആണ്. വൈറ്റമിൻ ഡി ഈസ് സിന്തസൈസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് UV rays of sunlight on 7-dehydrocholesterol. It is stored in large abundance in skin. സ്കിന്നില് UV റേസിന്റെ ആക്ഷൻ വന്നു കഴിയുമ്പോൾ ഈ 7-dehydrocholesterol ആണ് വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിയുമ്പോൾ, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നു കഴിയുമ്പോൾ ചിൽഡ്രനിൽ റിക്കറ്റ്സും അഡൾട്ടിൽ ഓസ്റ്റിയോമലേഷ്യ ആണ് ഉണ്ടാവുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് റിക്കറ്റ്സിൽ വരുന്നതാണ് ഡിലൈഡ് ക്ലോഷർ ഓഫ് ഫോണ്ടനൽസ്, ഫ്രോണ്ടൽ ബോസിങ്, ഡെന്റൽ ഹൈപ്പോപ്ലേഷ്യ, പെക്ടസ് കാരിനാറ്റ, ഫീറ്റൻ ജസ്റ്റ് അല്ലെങ്കിൽ പെക്ടസ് കാരിനാറ്റ, സ്വെല്ലിംഗ് ഇൻ റിസ്റ്റ് ആൻഡ് ആംഗിൾ ജോയിന്റ്, പിന്നെ വൈഡ് സ്യൂച്ചേഴ്സ്, ക്രേനിയോടേബിസ്, റാക്കൈറ്റിക് റോസറി, ഹാരിസൺ സർക്കസ്, ബോവിംഗ് ഓഫ് ലെഗ്സ്. ഇതൊക്കെയാണ് റിക്കറ്റ്സിന്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് ബി ഗ്രൂപ്പ് വൈറ്റമിൻസ് ആണ്. അതിൽ ഫസ്റ്റ് തൈമിൻ, വൈറ്റമിൻ B1. മെയിൻ സോഴ്സ് ഓഫ് തൈമിൻ ഇൻ ദ ഡയറ്റ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ഇസ് cereals, റൈസ്, മീറ്റ്. ഇതിന്റെ ഡെഫിഷ്യൻസി വരുന്നതാണ് ബെറിബറി. അതിൽ ഡ്രൈ ബെറിബറി ഉണ്ട്, വെറ്റ് ബെറിബറി ഉണ്ട്, ഇൻഫന്റൈൽ ബെറിബറി. ഡ്രൈ ബെറിബറി എന്ന് പറയുന്നത് നെർവ് ക്യാരക്ടറൈസ്ഡ് ബൈ നെർവ് ഇൻവോൾവ്മെന്റ്, മെയിൻ ആയിട്ട് പെരിഫറൽ ന്യൂറൈറ്റിസ്. വെറ്റ് ബെറിബറിയിൽ വരുന്നത് ഹാർട്ട് ഇൻവോൾവ്മെന്റ് ആണ് ഉള്ളത്. ഇനി ഇൻഫന്റൈൽ ബെറിബറിയിലാണ് ഇൻഫൻസ് ബിറ്റ്വീൻ 2 and 4 months ഓഫ് ഏജ്. അങ്ങനെ 3 തരാണ് പറഞ്ഞത്, ഡ്രൈ, വെറ്റ്, ഇൻഫന്റൈൽ ബെറിബറി. അപ്പൊ ബി ഗ്രൂപ്പ് വൈറ്റമിൻസിൽ തൈമിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ് ബെറിബറി. ഓക്കെ. ഇനി റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B2 പറയുന്നതാണത്. ഇതിന്റെ ഡെഫിഷ്യൻസി കോസസ് ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ്, ഇതാണ് മോസ്റ്റ് കോമൺ. പിന്നെ കീലിയോസിസ്, ഗ്ലോസൈറ്റിസ്, നേസോലേബിയൽ ഡിസ്പ്ലേഷ്യ. ഇത്രയാണ് റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് നിയാസിൻ, വൈറ്റമിൻ B3. B3യുടെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന അസുഖമാണ് പെല്ലാഗ്ര. നമ്മൾ പറയില്ലേ 3D എന്നാണ് അതിന്റെ ഡിസീസ് നമ്മൾ ഓർമ്മിക്കാനായിട്ട് പറയുക. ഡയറിയ, ഡെർമറ്റൈറ്റിസ്, ഡിമെൻഷ്യ. ഇൻ അഡീഷൻ ടു ദീസ് ഗ്ലോസൈറ്റിസ് ആൻഡ് സ്റ്റൊമറ്റൈറ്റിസ് മേ occur. Skin rash in pellagra may appear as pigmented and scaly in areas exposed to sunlight, especially neck when it is known as Kaysel's necklace. അപ്പം ഈ പെല്ലഗ്രയില് സൺലൈറ്റ് എക്സ്പോസ്ഡ് ആയിട്ട് വരുന്ന സ്ഥലത്ത് ഒരു സ്കിൻ റാഷ് പോലെ കാണുന്നുണ്ട്, സ്കെയിലി ആയിട്ടൊക്കെ കാണും. ഇതിനെ നമ്മൾ കേസൽസ് നെക്ലസ് എന്നാണ് പറയാം. നെക്കിന് ചുറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കേസൽസ് നെക്ലസ് എന്ന് പറയാം. Pellagra is common in maize and jowar eating population. Limiting acid in maize is tryptophan. Next, vitamin B5, pantothenic acid. Deficiency causes burning feet syndrome. Vitamin B6, pyridoxine. Deficiency causes anemia. Vitamin B7, biotin. Deficiency causes dermatitis and enteritis. ഇനി ഫോളേറ്റ്, വൈറ്റമിൻ B9 പറയുന്നതാണ് ഫോളേറ്റ്. ഇതിന്റെ റിക്വയർമെന്റ്സ് നോക്കാം. ഹെൽത്തി അഡൾട്ട്സിൽ 200 മൈക്രോഗ്രാം പെർ ഡേ, പ്രഗ്നൻസിയിൽ അത് 500 മൈക്രോഗ്രാം പെർ ഡേ ആണ്, ലാക്ടേഷനിൽ 300 മൈക്രോഗ്രാം പെർ ഡേ, ചിൽഡ്രനിൽ 80 to 120 മൈക്രോഗ്രാം പെർ ഡേ. ഇങ്ങനെയാണ് ഫോളേറ്റിന്റെ
റിക്വയർമെന്റ്സ് പറയുന്നത്. Folate deficiency causes megaloblastic anemia, glossitis, ileosis, gastrointestinal disturbance such as diarrhea, distension, and flatulence. Severe deficiency may cause infertility and sterility. Next, vitamin B12 intake value recommended by ICMR. Normal adults 1 microgram per day. Pregnancy 1.2 microgram per day. Lactation 1.5 microgram per day. Infants and children 0.2 microgram per day. Vitamin B12 deficiency causes megaloblastic anemia, pernicious anemia, demyelinating neurological lesions in the spinal cord, infertility. Next vitamin C, ascorbic acid. Deficiency result in scurvy, swollen and bleeding gums, subcutaneous bruising or bleeding into the skin or joints, delayed wound healing, anemia, weakness. Requirement for adult 40 milligram per day. Iron. Each gram of hemoglobin contains about ഇപ്പോൾ വൈറ്റമിൻ കഴിഞ്ഞു, ഇനി മിനറൽസിന്റെ കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത്. അതിൽ അയൺ. ഈച്ച് ഗ്രാം ഓഫ് ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻസ് അബൌട്ട് 3.34 milligram ഓഫ് അയൺ. ഇനി അനീമിയയിൽ നമുക്ക് നോക്കാവുന്നത് അതിന്റെ കട്ട് ഓഫ് പോയിന്റ് പറയുന്നുണ്ട്. അഡൾട്ട് മെയിൽ ആണെങ്കിൽ 13,